ഹലോ ഫ്രണ്ട്സ്, ഇന്നും നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫൊക്കെ റോസ്റ്റ് ചെയ്തത് ഇരിക്കുന്നുണ്ടായിരുന്നു. അതും കപ്പയും വെച്ചിട്ട് പെട്ടെന്നൊരു കപ്പ ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മൾ ബീഫ് കപ്പ ബിരിയാണിയുടെയും ബീഫ് കപ്പയുടെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, മുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. കപ്പ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട്, അതുപോലെ തന്നെ ബീഫ് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലത്തെ കപ്പ വേവ് കുറവാണ് കേട്ടോ. ഒരു വിസിലിനൊന്നും വേവുന്നില്ല. മറ്റേതൊക്കെ ഒരു വിസിലിന് വെന്ത് നല്ലോണം ഉടഞ്ഞു പോകും. ഇതിപ്പോൾ 3-4 വിസിലിനാണ്. അപ്പോൾ കപ്പ മേടിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ കപ്പ അധികമൊന്നും വേവുന്നില്ല. മഴക്കാലം ഇതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ 1-2 ഇൻഗ്രീഡിയൻസ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബീഫ് കപ്പയൊക്കെ ഇട്ട് വേവിച്ച് വെക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ബീഫ് കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് റോസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒന്ന് നമുക്ക് രാത്രി ഡിന്നറിനൊക്കെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതായത് തേങ്ങ ചിരവിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ എലിശ്ശേരിക്കൊക്കെ വറക്കണ പോലെ അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ കപ്പ ബീഫ് ബിരിയാണി ആയാലും കപ്പ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ അതും കൂടെ ചേർത്തോളൂ. അടിപൊളി ടേസ്റ്റാണ്. ചേർക്കാത്തവരൊക്കെ അതിന് ശേഷം ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ തൂവി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതിൽ കാണിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ തേങ്ങ ഫ്രൈ ചെയ്തിടുമ്പോൾ സാധാരണ എല്ലാവരും കപ്പ ബീഫ് ഉണ്ടാക്കും. പക്ഷേ ഈ തേങ്ങ ഇടാത്തവരൊക്കെ ഇട്ടൊക്കെ കുറച്ച് സവോളയും കൂടി ഇട്ട് അടിപൊളി ടേസ്റ്റ്.